സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ വണ്ടി രാവിലെ എടുത്തപ്പോൾ ഒരു പണി കിട്ടി. വണ്ടി എടുക്കലും പെട്ടെന്ന് തന്നെ ക്ലച്ച് പൊട്ടിയതുപോലെ വണ്ടി എടുത്ത് ചാടി പെട്ടെന്ന് ചവിട്ടി നിർത്തി. ഇടിച്ചിടിച്ചാണ് നിന്നെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ ചവിട്ടി നിർത്തേണ്ടി വന്ന എമർജൻസി ആയിട്ട്. അങ്ങനെ ക്ലച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലച്ചിൻ്റെ കേബിൾ ഞാനൊരു 3 ദിവസം ഇട്ടുള്ളൂ പുതിയതിട്ടിട്ട്. അങ്ങനെ പൊട്ടേണ്ട കാര്യം വന്നില്ല. പിന്നെ എന്ത് പറ്റിയെന്നറിയാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലച്ച് ഇവിടെ യാതൊരു പ്രശ്നവും പൊട്ടലൊന്നും പറ്റിയില്ല. പിന്നീട് ഞാൻ ബാക്കിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിലും പൊട്ടിയതായിട്ട് കാണാനില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിയിട്ട് യാതൊരു കുഴപ്പവും കാണാനില്ല. പിന്നെ എന്താ പറ്റിയെന്ന് അറിയാതെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ബാക്ക് അഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച ഫൈബറിൻ്റെ കവർ അഴിച്ച് ഒന്ന് ബാക്കിലെ കേബിളൊന്ന് പിടിച്ചിട്ട് ആ ലിവറിൽ പിടിച്ച് തള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയ എന്തൊരു ടൈറ്റ് പോലെ എനിക്ക് തോന്നിക്കാൻ. എന്ന് വെച്ചാൽ ടൈറ്റ് ഉണ്ടാകും സ്വാഭാവികമായിട്ട്, എന്നാലും എന്തൊരു വ്യത്യസ്തത തോന്നിച്ച കാരണം ഞാൻ അങ്ങനെ നോക്കി ആ ക്ലച്ചിൻ്റെ ബൂട്ടൊന്ന് അഴിച്ച് നോക്കാം. ഇനിയിപ്പോൾ ആ ലിവർ എന്തെങ്കിലും വല്ല പ്രശ്നമോ കാര്യങ്ങളോ ലോക്ക് പ്ലഞ്ചറിൻ്റെ ഷാഫ്റ്റിൻ്റെ ലോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കാനായിട്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞിട്ട് അവിടെയൊന്നും വലിയ കുഴപ്പമായിട്ട് കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇൻസൈഡ് പ്രോബ്ലം എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും അഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റിവേഴ്സിൻ്റെ സ്പ്രിങ്ങും ആ സ്റ്റഡി ഊരി ക്ലച്ച് ഞാൻ പുറത്തെടുത്ത്. പക്ഷേ ക്ലച്ചിന് വലിയ പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ട് കാണാനില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലച്ചിൻ്റെ ബോൾട്ട് തന്നെ ആ സ്പേസർ വാഷർ കട്ടായിട്ടൊരു വാഷർ മാത്രം ഇട്ടായിട്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഒരു സ്പേസർ വാഷറും ലോക്കും വേറെ മേടിച്ച് ക്ലച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞ കാരണം ക്ലച്ച് വെച്ച് കയറ്റി കഴിഞ്ഞാൽ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. നൈസായിട്ടുള്ള ഷെയ്ക്കാണ്, വലിയ കാര്യമായിട്ടുള്ള ഷെയ്ക്കല്ല. അപ്പോൾ വേണമെങ്കിൽ വല്ല അനാകൊണ്ട എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ കയറ്റിയാൽ മതി. വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം പുതിയ സ്പേസർ വാഷറും ആ ക്ലച്ച് ലോക്കും ബോൾട്ടും ഇട്ട് അതങ്ങനെ കയറ്റി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു പ്രശ്നമില്ല അതിനകത്ത് ഞാൻ കണ്ടത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതങ്ങാട് കറക്റ്റ് ചെയ്ത് അതിൻ്റെ രീതിക്ക് വെച്ച് പയ്യെ മുറുക്കി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ക്യാമറ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുറുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലച്ച് 13ൻ്റെ ബോൾട്ടാണ്. ഞാൻ ലോങ് ബോൾട്ടാണ് മേടിച്ചേക്കുന്നത്, ചെറുത് മേടിച്ചിട്ടില്ല. അപ്പോൾ ലോങ് ബോൾട്ടും വാഷറും ലോക്കും ആണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ സ്പേസർ വാഷർ പുതിയത് മേടിച്ച് അതൊക്കെ വെച്ച് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതായിട്ട് കാണില്ല. ലാസ്റ്റ് ക്ലച്ചിൻ്റെ ലോക്കിട്ട് കവറിട്ട് അടച്ച്. അപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി എടുക്കാനുള്ള സെറ്റപ്പിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും വണ്ടി എടുക്കാനായിട്ട് പോണേന്. അപ്പോൾ ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് അടച്ച് ക്ലിയർ ചെയ്ത് വെക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും. മുറുക്കിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ചെറിയ ചെറിയ സ്വന്തമായിട്ടുള്ള പണിയാണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ വലിയ മെക്കാനിക്കന്മാരൊന്നും അല്ല നമ്മൾ. അപ്പോൾ സ്വന്തമായിട്ട് പണിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വന്തമായിട്ട് എല്ലാവർക്കും പണിയാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കാണാത്തവരുണ്ട്, എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. അപ്പോൾ നമ്മുടെ ക്ലച്ചിൻ്റെ